എല്ലാവർക്കും ഗുഡ് ഈവനിങ്. ഇവിടെ ടൈം ഇപ്പോൾ 5:30. ഞാൻ നിഷ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എൻ്റെ ചാനലിൻ്റെ പേര് ഇറ്റ്സ് മീ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താണ് പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വിൻ്റർ ഡിപ്രഷൻ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. എന്താണ് ഈ വിൻ്റർ ഡിപ്രഷൻ? ഇവിടെ വിൻ്റർ ആവുമ്പോൾ ഡിപ്രഷൻ വരുന്നു, അങ്ങനെയൊക്കെയുള്ള അത് ശരിക്കും ഉള്ളതാണോ? അപ്പോൾ അതിനെപ്പറ്റിയൊരു എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ, ഞാൻ ഫേസ് ചെയ്ത കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് പ്രധാനമായിട്ട് നിങ്ങൾ വരണ ആ ഒരു ടൈം വിൻ്റർ ടൈമിലേക്കൊക്കെയാണ് നിങ്ങൾ, അതായത് ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്കെ കഴിഞ്ഞിട്ടാണ് നിങ്ങൾ വരുന്നതെങ്കിൽ, നിങ്ങൾക്ക് തന്നെ ആദ്യം വരുമ്പോൾ ഒരു സെപ്റ്റംബർ മന്തിലൊക്കെ ഓട്ടം സീസണാണ്. അപ്പോൾ ആ ടൈമിൽ വരുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഏകദേശം സമ്മർ കഴിഞ്ഞ്, സമ്മർ അധികമൊന്നും പറയാൻ ഇവിടെ ഇല്ല, കുറച്ച് സമ്മർ കഴിഞ്ഞ് ഓട്ടം സീസൺ ആകുമ്പോൾ നിങ്ങൾ വരുന്നു. നിങ്ങൾക്കൊരു 10 മണിയായാലും രാത്രിയൊന്നും ആവാത്ത അവസ്ഥയാണ്. പിന്നെ പെട്ടെന്ന് ഒരു ഒക്ടോബർ നവംബർ ഒക്കെ ആകുമ്പോഴത്തേക്കിനും ഉച്ചയ്ക്കൊരു 3:15 നമ്മുടെ നാട്ടിലെ ഒരു 6:45 അവസ്ഥയായിരിക്കും. അപ്പോൾ നമ്മളിതിനെ വിചാരിക്കും ഇതെന്താണ് ഇങ്ങനെ. എന്നിട്ട് നിങ്ങൾ രാത്രി ഞാൻ പറഞ്ഞില്ലേ, ഒരു 2:45 3 മണിയാകുമ്പോഴേ സന്ധ്യയായി തുടങ്ങി, ഒരു 4:05 ഇരുട്ടി. പിന്നെ എപ്പോഴും ഇവിടുത്തെ ഒരു പ്രശ്നം ഇങ്ങനെ ചറപറാന്നിങ്ങനെ ചാറ്റൽ മഴ അതിടയ്ക്കിടയ്ക്ക് വരും. അപ്പം നമുക്കൊന്നും പുറത്തു പോകാനും പറ്റുന്നില്ല. ഇപ്പം ഫാമിലിയും കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അവരെ ആയിരിക്കും ഇത് കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത്. എനിക്ക് ആ ടൈമിലാണ് അധികമായിട്ടിത് ഫീൽ ചെയ്തത്. പിന്നെ നിങ്ങൾക്കൊരു ഫ്രണ്ട്സിനെ കാണാനും എടുക്കാനും ഒന്നും പോകാൻ പറ്റുന്നില്ല, ആകെ റൂമിൽ തന്നെ ഇരിക്കേണ്ട അവസ്ഥ. പിന്നെ രാവിലെ ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടിയിട്ട് നമുക്കിപ്പോൾ 7 o'clock ഡ്യൂട്ടി ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു 6:30 6:45 വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ ഇരുട്ടിൽ നിങ്ങൾ പോകുന്നു, ഹോസ്പിറ്റലിനകത്ത് കയറുന്നു. അകത്ത് കയറി കഴിഞ്ഞാൽ നിങ്ങൾ പുറത്തെ വിവരങ്ങളൊന്നും അറിയുന്നില്ലല്ലോ. പിന്നെ ഒരു 7 o'clock 7:30 നിങ്ങൾ ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങുമ്പോഴും ഇരുട്ട്. അപ്പം ഇത് നമ്മളിങ്ങനെ കണ്ട് ഇത് വല്ലാതെ നമ്മുടെ മനസ്സിനെ ബാധിക്കുക. അപ്പോൾ കയറുമ്പോഴും ഇരുട്ട്, ഇറങ്ങുമ്പോഴും ഇരുട്ട്, ഒരു വെട്ടവും വെളിച്ചവും ഒന്നും കാണുന്നുമില്ല. അപ്പോൾ ഇതെല്ലാം കൂടി ആകുമ്പോഴത്തേക്കിനും നമുക്കൊരു വല്ലാത്തൊരു ഫീലിങ്, അപ്പോൾ ഒരു സാഡ്നെസ്, എന്തിനെന്നറിയാതെ കരച്ചിൽ വരും, വല്ലാത്തൊരു ദുഃഖം പോലെ ഫീൽ ചെയ്യും അതൊക്കെ. അപ്പം പരമാവധി ഈ ടൈമിൽ ബാച്ചിലേഴ്സായിട്ടൊക്കെ ജീവിക്കുന്ന പിള്ളേർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോകാനും അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആയിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇവർ വരാൻ വേണ്ടിയിട്ട് 1 വർഷം എടുത്തല്ലോ. അപ്പോൾ ഞാൻ ആ ടൈമിലെല്ലാം വന്നിട്ട് കുറേ മൂവീസും കാര്യങ്ങളെല്ലാം കാണും. ആ ഒരു മൂവി തീർന്നു, അടുത്ത മൂവി. എത്രയെന്നും കരുതിയാണ് നമ്മളിങ്ങനെ ഫോണിൽ തന്നെ നോക്കിയിരിക്കുന്നത്. ആരുമില്ല, ഒരു ഫ്രണ്ട്സ് ഇല്ല, പുറത്തോട്ട് പോവാനില്ല. അങ്ങനെ വളരെയേറെ എനിക്ക് ബുദ്ധിമുട്ട് ഫീൽ ചെയ്ത ഒരു ഇതാണ്. അപ്പോൾ പിന്നെ ഫാമിലിയും കാര്യങ്ങളും എല്ലാം വന്നു കഴിയുമ്പോൾ ഇതിൽ നിന്നൊരു 75% നമുക്കൊരു റിലീഫ് കിട്ടും. അപ്പോഴും ബാക്കി 25 ഉണ്ട്. വല്ലാത്തൊരു വിഷമം, വല്ലാത്തൊരു വൈകുന്നേരം ആകുമ്പോഴത്തേക്കിനും ഒരു ദുഃഖം, നേരം സന്ധ്യയാവുന്നു, ഒരു ഇരുട്ടാവുന്നു എന്നൊക്കെയുള്ളൊരു ചിന്ത. അങ്ങനെയൊക്കെയാണ് മൊത്തത്തിൽ ഈ വിൻ്റർ ഡിപ്രഷൻ ഇതിന് പേര് വന്നതെന്ന് തോന്നുന്നു. കാരണം ഒരുമാതിരി എല്ലാവർക്കും ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഇവിടെ UK പുതിയതായിട്ട് വന്ന ആൾക്കാർക്ക്, പുതിയതായിട്ടല്ലേ ഇപ്പോൾ കുറേ നാളായിട്ട് ഇവിടെ താമസിക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും, നിങ്ങൾക്കും ഇങ്ങനെ എന്തെങ്കിലും ഫീലിങ്സും കാര്യങ്ങളും ഒക്കെ ഈ വിൻ്റർ ടൈമിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളും കമൻറ്റ് ചെയ്യുക. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ വീഡിയോസിൽ മെയിനായിട്ടും UK വരുന്ന പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്ക് അവർ ചെയ്യേണ്ട കാര്യങ്ങൾ, പിന്നെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ഒരു NHS നേഴ്സ് ഇവിടെ വന്നു കഴിയുമ്പോഴുള്ള കാര്യങ്ങൾ, അങ്ങനെയൊക്കെ കുറേ ഇതിനെപ്പറ്റിയാണ് ഞാനൊരു ലൈഫ്, ഒരു UK മലയാളി നേഴ്സിൻ്റെ ലൈഫ്, ഫാമിലി ടൈം, അങ്ങനെയൊക്കെയുള്ള കാര്യത്തെപ്പറ്റിയാണ് ഞാൻ എൻ്റെ വീഡിയോസിൽ മെയിനായിട്ടും പറയാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ പലരും എൻ്റെ അടുത്ത് ചോദിച്ചു ഞാൻ എങ്ങനെയാണ് വന്നത്, എൻ്റെ OET എക്സാംസും കാര്യങ്ങളും, ഞാൻ എവിടെയാണ് പഠിച്ചത്, അങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ ഇനിയൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഞാൻ അങ്ങനെ പഠിക്കാനായിട്ട് പോയി എന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷേ അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അത് ഞാൻ ഇനിയൊരു വീഡിയോയിൽ പറയാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, എനിക്ക് നിറയെ വ്യൂസും കാര്യങ്ങളെല്ലാം ഉണ്ടതിൽ, പക്ഷേ ഈ കാണുന്നവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ റൈറ്റ് സൈഡിലെ ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്യാൻ മറക്കരുത്.
അപ്പോൾ ശരി, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. UK വരാൻ പ്ലാനും കാര്യങ്ങളും ഉള്ളവരൊക്കെ ആണെങ്കിൽ അത് നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിങ്ങൾ പിന്മാറരുത്. ഉറപ്പായിട്ട് നിങ്ങളെ കൊണ്ട് സാധിക്കും. യാതൊരു പ്ലാനും ഇല്ലാത്ത ആളായിരുന്നു ഞാനിവിടെ എത്തി. ദുബായ് വിട്ടൊരു കളിയില്ല എന്നും പറഞ്ഞിട്ടിരുന്ന ഇപ്പോൾ ഞാനിവിടെ ഇരിക്കുന്നില്ലേ. അപ്പോൾ അതുപോലെ തന്നെയാണ് നിങ്ങളെല്ലാവരും, നിങ്ങളെ കൊണ്ട് എല്ലാം സാധിക്കും. അപ്പോൾ ശരി, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് എൻ്റെ വീഡിയോയുടെ നിർത്തുന്നു. മറ്റൊരു വീഡിയോയിൽ കാണും വരെ ഹാവ് എ നൈസ് ഡേ.